ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്യൂച്ചർ SLECയ. സോ നമ്മുടെ റീനീറ്റിന്റെ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ +1 സിലബസിലുള്ള കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ഒരു ചെറിയൊരു ചാപ്റ്റർ. ഓക്കെ, സോ നമ്മുടെ റീനീറ്റിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ അവസാനത്തോട് അടുക്കുകയാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ ഇനി എക്സാമിനുള്ളൂ അല്ലേ? നിങ്ങൾ എല്ലാവരും വളരെ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ഈ അവസാന സമയത്ത് നിങ്ങൾ കൂടുതലും ചെയ്യേണ്ടത് വളരെ ഷോർട്ടായിട്ട് തിയറി പറഞ്ഞ് മനസ്സിലാക്കുക, ഇക്വേഷൻസ് ഒക്കെ ഒന്നും കൂടി എഴുതി പഠിക്കുക, ദെൻ പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഒരു ടോപ്പിക്കിന്റെ തിയറി വളരെ പെട്ടെന്ന് അതിനുള്ള ഇമ്പോർട്ടന്റ് ഇക്വേഷൻസും മറ്റു കാര്യങ്ങളും പറഞ്ഞ് വളരെ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ തിയറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ബാക്കി കുറച്ച് സമയം കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് ഈ ചാപ്റ്ററിന്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അതുപോലെ വരാവുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ ഒന്നും കൂടി ഒന്ന് കോൺഫിഡന്റ് ആക്കി എക്സാമിന് പറഞ്ഞേക്കുക എന്നുള്ളതാണ്. സോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മൾ ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. നീറ്റിനും JEEക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന, അതുപോലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പലതരം എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ആവും എന്ന കാര്യത്തിൽ സംശയമില്ല. സോ നമ്മുടെ മുഴുവൻ ടീച്ചേഴ്സിന്റെയും വളരെ അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് കഴിഞ്ഞാലും ഇനി അടുത്ത വർഷത്തേക്കുള്ള പലതരം എക്സാമുകൾക്കും ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അറിയിക്കുക. ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്കും അത് ഒരു മോട്ടിവേഷൻ ആകും. അതോടൊപ്പം നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്കുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിലേക്ക് മുഴുവൻ ക്ലാസ്സുകളും തരാൻ കഴിയും. സോ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. സോ വെൽക്കം ഓൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഈ ഒരു ചാപ്റ്റർ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതിന് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് നിൽക്കുന്ന 2 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ തെർമോഡൈനാമിക്സ് എന്നൊരു സെക്ഷൻ ആയിട്ടാണ് പറയാറ്. ഈ ചാപ്റ്ററുകളെല്ലാം ഹീറ്റിനെ കുറിച്ച്, ടെമ്പറേച്ചറിന്റെ മാറ്റത്തെ കുറിച്ച് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററുകളാണ്. 3 ചാപ്റ്ററുകൾ. ഒരു ചാപ്റ്ററിന്റെ പേര് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, മറ്റൊന്നായിരുന്നു തെർമോഡൈനാമിക്സ്. അതിന്റെ കൂട്ടത്തിൽ വരുന്ന 3ാമത്തെ ചാപ്റ്റർ ആണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ആക്ച്വലി ഈ 3 ചാപ്റ്ററുകളും ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ നേരത്തെ ചാപ്റ്ററുകളിലും കേട്ടിട്ടുണ്ടാകും, പല ഇക്വേഷൻസും നിങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകും, അതുപോലെ പല പ്രോബ്ലംസും ചെയ്യാനൊക്കെ നമ്മൾ ഈ കോൺസെപ്റ്റുകളൊക്കെ അറിഞ്ഞിട്ടും ഉണ്ടാകും. സോ ഇതൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. പ്രത്യേകിച്ച് എൻട്രൻസിനൊക്കെ പറയുന്ന സമയത്ത് ഇത് 3ഉം കൂടെ ക്ലബ്ബ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. ആ കൂട്ടത്തിൽ ചെറിയ ചാപ്റ്റർ നമുക്ക് പറയാം, ബിക്കോസ് നേരത്തെ കഴിഞ്ഞ 2 ചാപ്റ്ററും അത്യാവശ്യം വലിയ ചാപ്റ്റർ ആയിരുന്നു. സോ നമുക്ക് വേഗം ഓരോ പോയിന്റുകളിലേക്ക് പോകാം. ഇതിലിപ്പോൾ ആദ്യം പറയുന്ന പോയിന്റ് തന്നെ മേ ബി നിങ്ങൾ നേരത്തെ ചാപ്റ്ററിലും കേട്ടിട്ടുണ്ടാവണം. ഡിഫറെന്റ് ഗ്യാസ് ലോസ്. ഒരു ഗ്യാസുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കാറുണ്ട്. ഒരു ഐഡിയൽ ഗ്യാസ്, ഒരു കണ്ടെയ്നറിൽ നമ്മളൊരു ഗ്യാസിനെ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു സിലിണ്ടറിക്കൽ വെസലിൽ പലപ്പോഴും നമ്മൾ ഒരു സിസ്റ്റത്തെ, അല്ലെ, ഒരു സിസ്റ്റം സറൗണ്ടിങ്സ്, ഈ വാക്കുകളൊക്കെ നിങ്ങൾ നേരത്തെ ചാപ്റ്ററിലും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. സോ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഷേപ്പുള്ള, മേ ബി ഒരു സിലിണ്ടറിക്കലോ മറ്റോ ഷേപ്പുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു ഗ്യാസിനെ എൻക്ലോസ് ചെയ്ത് വെക്കുന്നു. മേ ബി ഒരു പിസ്റ്റണൊക്കെ വെച്ച് നമ്മളിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയായിരിക്കും. ഇതിൻ്റെ അകത്ത് ഒരു ഗ്യാസ് ഉണ്ട്. ആ അടച്ചു വെച്ചിരിക്കുന്ന ഗ്യാസുമായി ബന്ധപ്പെട്ട ചില തെർമോഡൈനാമിക് വേരിയബിൾസ് നമ്മൾ പറയാറുണ്ട്. ആ ഗ്യാസിന്റെ പ്രഷർ, വോള്യം, ടെമ്പറേച്ചർ, മാസ്, കോമ്പോസിഷൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെയാണ് തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേക പ്രഷറിലോ വോള്യത്തിലോ ടെമ്പറേച്ചറിലോ ഉള്ള ഒരു ഗ്യാസിനെ നമ്മളൊരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ അതിന്റെ പ്രഷറും വോള്യവും ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും ഒക്കെ തമ്മിൽ എന്തൊക്കെ കണക്ഷൻസ് ഉണ്ട്? പ്രഷറും വോള്യവും തമ്മിൽ എന്താണ് ബന്ധം? വോള്യവും ടെമ്പറേച്ചറും പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ തമ്മിൽ എന്താണ് ബന്ധം? ഈ റിലേഷൻസ് പറയുന്ന ചില ലോകളെയാണ് നമ്മൾ പൊതുവെ ഗ്യാസ് ലോസ് എന്ന് പറയാറ്. ആ ഗ്യാസ് ലോസിൽപ്പെട്ട ലോകൾ നമ്മളൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മേ ബി നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൽപ്പെട്ട ആദ്യത്തെ ഒരു ലോ ആണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ പറയുന്നത് ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരിക്കുന്ന ഗ്യാസിന്റെ വോള്യവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോള്യവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ വോള്യം കൂട്ടുമ്പോൾ ആ ഗ്യാസിന്റെ പ്രഷർ കുറയും.
സിമ്പിൾ ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടി ഉള്ളൂ അത്. ഞാനിപ്പോൾ ഇത്രയും വോള്യത്തിൽ അടച്ചു വെച്ചിരിക്കുക, ഞാൻ ഈ പിസ്റ്റൺ പിടിച്ച് അമർത്തി വോള്യം കുറച്ചു, പിസ്റ്റൺ ഇങ്ങനെ പിടിച്ച് അമർത്തുക, അപ്പോൾ വോളിയം കുറയും അല്ലെ. വോളിയം കുറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് കൂടുതൽ അടുത്തടുത്ത് കൂടുതൽ പ്രഷറിൽ നിൽക്കുന്നത് പോലെ ഉണ്ടാവും. കുറെ ആൾക്കാരെ ഒരു റൂമിൽ അടച്ചിട്ട് പോലെ വിചാരിച്ചാലും മതി. ഓക്കെ, ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിട്ടു കുറെ പേര്. ഓക്കെ, എന്നിട്ട് ആ റൂമിന്റെ ഒരു സൈഡ് വാള് മേ ബി ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാള് പോലെ നിങ്ങൾ വിചാരിച്ചോ. ആ വാൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ആ റൂമിന്റെ വോളിയം സൈസ് ഇങ്ങനെ കുറയ്ക്കുന്നു, അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ കൂടുതൽ പ്രഷറിലാവും എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. സോ വോളിയവും പ്രഷറും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻ ആണ് വി പ്രപ്പോർഷണൽ ടു 1/p, അല്ലെങ്കിൽ വി ഇൻറ്റു പി. പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റന്റ് എന്നും പറയാം. പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റന്റ് അല്ലെ. ഇതിനെയാണ് നമ്മൾ ബോയിൽസ് ലോ എന്ന് പറയുന്നത്. മറ്റൊരു ലോ ആണ് ചാൾസ് ലോ. ചാൾസ് ലോ പറയുന്നത് ഒരു ഗ്യാസിന്റെ വോള്യവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. എപ്പോഴും വോള്യവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമ്മൾ ആ ഒരു പിസ്റ്റണിനെ ഫ്രീ ആയിട്ട് വിടുകയാണ്. പിസ്റ്റണിനെ ഈ ചിത്രത്തിൽ കാണുന്ന പിസ്റ്റണിനെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് പിടിച്ചു വെക്കാൻ പാടില്ല, ഫ്രീ ആയിട്ട് വിടുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ ശ്രമിക്കുക. അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അത് എക്സ്പാൻഡഡ് ആകും. എക്സ്പാൻഡ് ചെയ്യുന്ന പറയുമ്പോൾ ഈ പിസ്റ്റൺ താനെ പുറത്തേക്ക് മൂവ് ചെയ്യും, എന്ന് വെച്ചാൽ വോള്യം കൂടും. സോ ടെമ്പറേച്ചറും വോള്യവും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ വി ബൈ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് എന്നും പറയാം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ചാൾസ് ലോ. ഓക്കെ, മൂന്നാമത്തെ ലോ ആണ് ഗേ-ലൂസാക്സ് ലോ. ഗേ-ലൂസാക്സ് ലോ പറയുന്നത് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് അറ്റ് കോൺസ്റ്റന്റ് വോള്യം. അറ്റ് കോൺസ്റ്റന്റ് വോള്യം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പിസ്റ്റണിനെ ഫ്രീ ആക്കി വിടുന്നില്ല. പിസ്റ്റൺ അവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് ടൈറ്റ് ആക്കി വെച്ചു. ഒരു ഗ്യാസിന്റെ കണ്ടെയ്നറിൽ അടച്ചിട്ട് ആ പിസ്റ്റൺ പിന്നെ നമ്മൾ എന്തെങ്കിലും സ്ക്രൂവോ മറ്റോ ഇട്ടിട്ട് മൂവ് ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ നമ്മൾ അതിനങ്ങ് ടൈറ്റ് ആക്കി ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വോള്യം കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രപ്പോർഷണൽ, അല്ലെങ്കിൽ പി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് ഗേ-ലൂസാക്സ് ലോ. അടുത്തതാണ് അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോസ് ലോ പറയുന്നത് വോള്യവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. എത്രത്തോളം വോള്യം കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ആ ഗ്യാസിലുള്ള നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യാം. അതിനെയാണ് നമ്മൾ അവോഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഗ്യാസ് ലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിലേക്കാണ് എത്തുന്നത്. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം പറഞ്ഞു പി വി ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ പി ബൈ ടി കോൺസ്റ്റന്റ് ആണ്, വി ബൈ ടി കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ എന്നും വിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പി വി ബൈ എൻ ടി ഈസ് എ കോൺസ്റ്റന്റ്. ആ എൻ ടിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എൻ ടി എന്ന് കിട്ടും. നമ്മൾ ആ കോൺസ്റ്റന്റിനെ ആർ എന്നാണ് വിളിക്കുന്നത്. ആറിന്റെ പേരെന്തായിരുന്നു? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. സോ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. അപ്പൊ ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലോ, പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. അത് നമ്മുടെ പി വി ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ മറ്റു രീതിയിലേക്ക് മാറ്റുമ്പോൾ സ്മോൾ എന്നിന് പകരം നമ്മൾ ക്യാപിറ്റൽ എൻ, ആരാണ് ക്യാപിറ്റൽ എൻ സ്മോൾ എൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്പർ ഓഫ് മോൾസ് ആണ്, ഇത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. സോ എൻ ഇൻറ്റു കെ ബി ടി എന്ന് എഴുതും. അതിൽ കെ ബി എന്ന് പറയുന്നതാണ് ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്. ഇതിൻ്റെയൊക്കെ വാല്യൂസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ SI യൂണിറ്റിൽ 8.314 ആണ്. അതുപോലെ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 1.38 ഇൻറ്റു 10⁻⁻23 ആണ്. എൻ എന്ന് പറയുന്നതിന് നമ്പർ ഓഫ് മോൾസിന് നമ്മൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്നൊരു ഇക്വേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എൻ നമ്പർ ഓഫ് മോൾസ് കാണുന്ന മറ്റൊരു ഇക്വേഷൻ. ഇതൊക്കെ കുറേയൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിലും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഫിസിക്സിന്റെ നേരത്തെ കഴിഞ്ഞു പോയ ചാപ്റ്ററുകളിലും ഈ ഇക്വേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി നമുക്ക് പല ചാപ്റ്ററുകളിലും ആവശ്യമുള്ള ഒരു ഇക്വേഷനാണ്. അടുത്തത് ഈ ചാപ്റ്ററിന്റെ പേര് കാണിക്കുന്ന പോലെ എന്താണ് ഈ കൈനറ്റിക് തിയറി? കൈനറ്റിക് തിയറിയുടെ ഐഡിയ പറയുന്നത് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ ഒരു കണ്ടെയ്നറിൽ നമ്മളൊരു ഗ്യാസ് അടച്ചു വെച്ചിരിക്കുകയാണ്. ആ ഗ്യാസ് മോളിക്യൂൾസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, എങ്ങനെയാണ് ആ ഗ്യാസ് മോളിക്യൂൾസ് അതിൽ ബിഹേവ് ചെയ്യുന്നത്, അവരവിടെ അങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണോ അതോ മൂവ് ചെയ്യുന്നുണ്ടോ, എന്താണ് അവരുടെ മൂവ്മെന്റിന്റെ പ്രത്യേകത, അവരുടെ പ്രഷർ എന്താണ്, കൈനറ്റിക് എനർജി എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയുന്ന
ഒരു കുറെ പോസ്റ്റുലേറ്റുകൾ ഉൾപ്പെട്ട ഒരു ലോ ആണ് ആക്ച്വലി കൈനറ്റിക് തിയറി എന്ന് പറയുന്നത്. കൈനറ്റിക് തിയറിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3-4 ലോകൾ മാത്രം നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. അതിലത്തെ ഒരു ലോ ആണ്, നമ്മളിപ്പോൾ കണ്ടെയ്നറിലെ ഗ്യാസിനെ കുറിച്ച് പറയുകയാണെ, ദ ഗ്യാസ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ലൈക്ക് റിജിഡ് സ്ഫിയേഴ്സ്. വളരെ കുഞ്ഞു സ്ഫിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് മോളിക്യൂളുകളുടെ ഒരു കണ്ടെയ്നർ ആണ് ഒരു ഗ്യാസ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സൈസ് ഓഫ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആ മോളിക്യൂളുകൾക്കിടയിലുള്ള ദൂരമോ അവർ ട്രാവൽ ചെയ്യുന്ന ദൂരമോ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ മോളിക്യൂളിന്റെ സ്മോൾ സ്ഫിയറിന്റെ സൈസ് വളരെ ചെറുതാണ്. ഓക്കെ, മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. അവർ റെസ്റ്റ്ലെസ് റാൻഡം മോഷനിലാണ്. ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരിക്കുന്ന ഗ്യാസ് മോളിക്യൂളുകൾ അങ്ങനെ റെസ്റ്റിൽ നിൽക്കുകയല്ല, അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ റാൻഡം ആയിട്ട് വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ കൊളൈഡ് ഡ്യൂറിങ് മോഷൻ. ആ മോളിക്യൂളുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് അവർ പരസ്പരവും അവർ വാൾസ് ഓഫ് ദ കണ്ടെയ്നറും ഒക്കെ പോയിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. കൊളിഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. വേറെയും പോസ്റ്റുലേറ്റുകളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട അവരുടെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പോസ്റ്റുലേറ്റ് പറയുകയാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവരുടെ കൈനറ്റിക് എനർജിയെ കുറിച്ചും പ്രഷറിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാനുണ്ട്. അതാണ് അടുത്ത പോയിന്റ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡിറൈവ് ചെയ്ത് പഠിച്ച ഈ ചാപ്റ്ററിൽ ഡെറിവേഷൻസ് എന്ന് പറയാൻ ആകെ ഈ ഒരു ഡെറിവേഷനും പിന്നെ 1-2 കുഞ്ഞു പോയിന്റുകളുമേ ഉള്ളൂ. എല്ലാ ചാപ്റ്ററിലും ഉണ്ടാവുമല്ലോ നമുക്ക് കുറെ ഡെറിവേഷൻസ്. അപ്പൊ ബോർഡ് ലെവലിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ടും പഠിച്ച കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ഉണ്ടായിരുന്നു. പഠിക്കാനൊന്നും അത്ര സുഖമൊന്നും അല്ലായിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഡെറിവേഷന്റെ ഫൈനൽ സ്റ്റെപ്പുകൾ നമ്മളൊന്ന് കാണുകയാണ്. പ്രഷർ, അതായത് ഈ മോളിക്യൂളുകൾ പോയിട്ട് ഈ കണ്ടെയ്നറിന്റെ വാളിൽ പോയി ഇടിക്കും, ഒരു ഫോഴ്സിൽ അത് പോയി ഇടിക്കും. അപ്പൊ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ ആണ്. അപ്പൊ എത്ര ഫോഴ്സിലാണ് അത് പോയി ഇടിക്കുന്നത് പെർ ഏരിയ കണ്ടാൽ അതെങ്ങനെ ഇരിക്കും? അത് നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് അത്. ബിക്കോസ് ആ മോളിക്യൂളുകൾക്ക് 3 ഡയമെൻഷൻസിൽ മോഷൻ ഉണ്ട്, എക്സിലും വൈയിലും സെഡിലും. അതുപോലെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, അവരുടെ മൂവ്മെന്റിന് ഒരു ആവറേജ് വെലോസിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് അതിന്റെ മൊമെന്റം കണ്ടുപിടിച്ച് അത് പോയി ഇടിക്കുന്ന സമയത്തുള്ള ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെറിവേഷനിലേക്ക് വന്നത്. ആ ഡെറിവേഷൻ എങ്ങനെ വന്നു എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ആ ഒരു ഡെറിവേഷന്റെ ഫൈനൽ ഫോം നമ്മളൊന്ന് പഠിക്കുകയാണ്. പ്രഷർ ഇസ് ഈക്വൽ ടു 1/3 mn VRMS സ്ക്വയർ. VRMS എന്ന് പറയുന്നത് ആ ഗ്യാസ് മോളിക്യൂളുകൾ മൂവ് ചെയ്യുന്ന റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്. ഓക്കെ, വേർ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് n/v എന്ന് പറയും, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ വോളിയം, അതാണ് സ്മോൾ ലെറ്റർ n. ഓക്കെ, അവിടെ തന്നെ നമ്മൾ ഇതിൽ മൂവ് ചെയ്യുന്ന VRMSന്റെ ഇക്വേഷൻ പഠിക്കുകയാണ്. VRMS എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3RT/m. റൂട്ട് ഓഫ് 3RT/m ആറും ടിയും എം ഒക്കെ ചെക്ക് ചെയ്യണം. ആറ് നിങ്ങൾക്കറിയാം ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി ഈസ് ടെമ്പറേച്ചർ, എം എന്ന് പറയുന്നത് മോളാർ മാസ് ആണ്, അത് കിലോഗ്രാം പെർ മോളിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതേസമയം നമുക്ക് ഇതേ ഇക്വേഷനെ ബോൾസ്മാൻ കോൺസ്റ്റന്റിന്റെ ടേമിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ സെയിം VRMSനെ റൂട്ട് ഓഫ് 3 kBT/m എന്നും എഴുതാം. സ്മോൾ എം എന്ന് പറയുന്നത് മാസ് ഓഫ് എ സിംഗിൾ മോളിക്യൂൾ ആണ്. ഓക്കെ, ഇക്വേഷൻസ് എഴുതി വെക്കുക, ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. പ്രത്യേകിച്ച് ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, കൈനറ്റിക് എനർജി എന്താ? കൈനറ്റിക് എനർജി നമ്മൾ എല്ലാ മെക്കാനിക്സിലും ഒരുപാട് സ്ഥലത്ത് നമ്മൾ പറയുന്നതാണ്. മോഷൻ കാരണം ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകാവുന്ന എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. അപ്പൊ ഇവിടെ ഗ്യാസ് മോളിക്യൂളുകൾ മൂവ് ചെയ്യല്ലേ? ഈ ഗ്യാസ് മോളിക്യൂളുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് കൈനറ്റിക് എനർജി ഉണ്ടാവും. അതിൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ്, പലതരം ഗ്യാസുകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് മോണോ അറ്റോമിക്, ഡയറ്റോമിക്, ട്രയറ്റോമിക് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ഗ്യാസുകൾ വരുന്നുണ്ട്. നമുക്ക് അവിടെയൊക്കെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വഴിയെ പറയാറുണ്ട്. അപ്പോൾ ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണ് 3/2 kBT. ഓക്കെ, അതേ മോണോ അറ്റോമിക് ഗ്യാസുമായി ബന്ധപ്പെട്ട് ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് എ മോൾ ഓഫ് സച്ച് ഗ്യാസ്, ടോട്ടൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 3/2 kBT into എന്നെ അറിയാമല്ലോ, അവഗാഡ്രോസ് നമ്പർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 RT. ഇങ്ങനെയും പറയാം ടോട്ടൽ ഇന്റേണൽ എനർജി. ഇനി അത് ഡയറ്റോമിക് റിജിഡ് മോളിക്യൂൾ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് 5/2 kBT എന്നാണ്. ഇവിടെ നമുക്കത് 5/2 RT എന്നും പറയാം. അതുപോലെ നോൺ റിജിഡ് ഡയറ്റോമിക് ആണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി 7/2 kBT ആണ്, അല്ലെങ്കിൽ നമുക്ക് 7/2 RT എന്നും പറയാം. ഇക്വേഷൻസ് ആണ്.
മുഴുവനായിട്ടും ഈ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ വന്നു എന്ന് പഠിപ്പിക്കലല്ല, അതെല്ലാം കൂടെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് സമയം ആവശ്യം വരും. സോ വളരെ ഷോർട്ടായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് നിങ്ങളൊന്ന് എഴുതി വെക്കണം. ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരുന്നു? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് എങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. എന്തൊക്കെ തരം മൂവ്മെന്റ് ഉണ്ട്? ചിലപ്പോൾ അത് ട്രാൻസ്ലേറ്ററി മോഷൻ ആയിരിക്കും, ചിലപ്പോൾ അത് റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും, ചിലപ്പോൾ അത് വൈബ്രേഷൻ ആയിരിക്കും. അങ്ങനെ ഒരു മോളിക്യൂളിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം അത് എത്രത്തോളം ഉണ്ട്, ആ ഫ്രീഡത്തെ കുറിച്ച് പറയുന്ന ഒരു ടേമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അതിൻ്റെ പല വാല്യൂകൾ നമ്മൾ പഠിച്ചു വെക്കുകയാണ് ചെയ്യുക. മോണോ അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. 3 ട്രാൻസ്ലേഷണൽ മോഷൻ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലുമായിട്ട് ആ മോളിക്യൂളുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റും ഒരു മോണോ അറ്റോമിക് ആണെങ്കിൽ. അപ്പൊ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണെന്ന് പറയും. പഠിച്ചു വെക്കണം, ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. മോണോ അറ്റോമിക് എക്സാമ്പിൾ ആണ് ഹീലിയം, നിയോൺ, ആർഗൺ, സിനോൺ, ക്രിപ്റ്റോൺ. ഇതൊക്കെ നമുക്ക് മോണോ അറ്റോമിക് മോളിക്യൂളിന് എക്സാമ്പിൾ ആണ്. അടുത്തത് ഡയറ്റോമിക് ആണെങ്കിൽ നമ്മൾ 2 ടൈപ്പ് ഉണ്ട്. ഡയറ്റോമിക് റിജിഡും ഉണ്ട്, നോൺ റിജിഡും ഉണ്ട്. റിജിഡ് എന്ന് പറഞ്ഞാൽ ആ ഡയറ്റോമിക് 2 ആറ്റങ്ങൾ വളരെ റിജിഡ് ആയിട്ട് പ്ലേസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിജിഡ് ആണെങ്കിൽ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണ്. 3 ട്രാൻസ്ലേഷനിലും ഉണ്ടാകും, 2 റൊട്ടേഷനിലും ഉണ്ടാകും. അങ്ങനെ 3 + 2 5 ആയിരിക്കും അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. എക്സാമ്പിൾസ് കാണാം. O2, N2, F2, Cl2, Br2 ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആണ്. നോൺ റിജിഡ് ആണെങ്കിൽ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 7 ആണ്. അതിൽ 3 ട്രാൻസ്ലേഷനിലുണ്ട്, 2 റൊട്ടേഷനിലുണ്ട്, 1 വൈബ്രേഷനുണ്ട്. ബട്ട് ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ 3 + 2 + 2 വൈബ്രേഷൻ ഒന്നേ ഉള്ളൂ. ബട്ട് ഒരു വൈബ്രേഷൻ നമ്മൾ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ടാണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കുമ്പോൾ 3 + 2 + 2 ടോട്ടൽ 7 ആയിരിക്കും അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി ട്രയറ്റോമിക് ലിനിയറും ഉണ്ട്, നോൺ ലിനിയറും ഉണ്ട്. ലിനിയർ എന്ന് പറയുമ്പോൾ 3 മോളിക്യൂൾ ഇങ്ങനെ നേരെ നിൽക്കുന്നതാണ് ലിനിയർ. ഇനി 3 മോളിക്യൂളുകൾ ഇങ്ങനെ നിന്നാൽ അത് നോൺ ലീനിയർ ആണ്. ഓക്കെ, ലീനിയർ ആണെങ്കിൽ ട്രയറ്റോമിക്കിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് 3 ട്രാൻസ്ലേറ്ററിയും 2 റൊട്ടേഷനിലുമാണ്. സോ ടോട്ടൽ 5 ആയിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം. എക്സാമ്പിൾസ് CO2, CS2, BCl2 ഒക്കെ എക്സാമ്പിൾ ആണ്. ഇനി നോൺ ലീനിയർ ആണെങ്കിൽ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ട്രാൻസ്ലേഷനിലും 3 റൊട്ടേഷനിലുമാണ്. ടോട്ടൽ 6 ആയിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം. എക്സാമ്പിൾ H2 ആണ്. അപ്പോൾ ഈ വാല്യൂകളൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ ഇതിന്റെ മുന്നേ ഉള്ള ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ടാവും. സ്പെസിഫിക് ഹീറ്റ്, മോളാർ സ്പെസിഫിക് ഹീറ്റ്, ഹീറ്റ് കപ്പാസിറ്റി തുടങ്ങിയ പല കാര്യങ്ങൾ. എന്താണ് ഇതിന്റെ ബേസിക് ഐഡിയ? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനും, ഇവിടെ ഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത്, അത് ഗ്യാസിലും സോളിഡിലും എല്ലാത്തിലും പറ്റും, ലിക്വിഡിലും ഒക്കെ പറ്റും. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ എത്ര ഹീറ്റ് സപ്ലൈ ചെയ്യണം? എൻ്റെ കയ്യിൽ ഇപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ഗ്യാസ് ഉണ്ട്. ഒരു ഗ്യാസിൽ ഞാനൊരു കണ്ടെയ്നറിൽ 50 ഡിഗ്രി സെൽഷ്യസിൽ കീപ്പ് ചെയ്യുകയാണ്. എനിക്കതിനെ 51 ഡിഗ്രി സെൽഷ്യസ് ആക്കണമെങ്കിൽ ഞാൻ ഇതിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യണ്ടേ? എത്ര ഹീറ്റ് സപ്ലൈ ചെയ്താലാണ് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് മാറുക? ആ ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അത് ഒരു മോളിലാണെങ്കിൽ നമ്മൾ അതിനെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. അതിന്റെ ഇക്വേഷൻ ആണ് ΔQ/N ΔT. C is equal to. ഓക്കെ, റെഡി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 2 ടൈപ്പ് ഉണ്ട്, CPയും CVയും. ഓർമ്മയുണ്ടോ? CP എന്ന് പറയുമ്പോൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അതായത് നമ്മൾ ആ കണ്ടെയ്നറിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 മെത്തേഡുകൾ നമുക്ക് ഫോളോ ചെയ്യാം. ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കാം, വോള്യം മാറാം. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിൽ വോള്യം കോൺസ്റ്റന്റ് ആക്കി വെക്കാം, പ്രഷറിൽ മാറ്റം വരാം. ഇങ്ങനെ ആകുമ്പോഴാണ് CPയും CVയും ഉണ്ടാകുന്നത്. അറിയാമല്ലോ? യെസ്. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇതും നമ്മൾ നേരത്തെ തൊട്ട് മുന്നേയുള്ള ചാപ്റ്ററിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 ലോകളും പഠിച്ചിട്ടുണ്ട്. 0th ലോ, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. അതിൽ ഫസ്റ്റ് ലോ പറയുന്നത് ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരു ഹീറ്റിനെ സപ്ലൈ ചെയ്താൽ ആ ഹീറ്റ് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യപ്പെടുന്നത്, അല്ലെ? ഇതൊരു സിസ്റ്റം ആയിരുന്നു. ഒരു പാത്രത്തിൽ ഒരു ഗ്യാസിനെ നമ്മൾ കണ്ടെയ്നർ ആക്കി നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. ആ സപ്ലൈ ചെയ്യുന്ന ഹീറ്റാണ് ΔQ. അങ്ങനെ ഹീറ്റ് സപ്ലൈ ചെയ്താൽ അത് കാരണം 2 മാറ്റങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ഹീറ്റ് 2 കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം.
ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ഒരു 50 ജൂൾ ഓഫ് ഹീറ്റ് ആണെങ്കിൽ അത് ആ 50 ജൂളിന്റെ ഒരു ഭാഗം ഇതിന്റെ ഇന്റേണൽ എനർജി കൂട്ടാൻ യൂസ് ചെയ്യും. ബാക്കിയുള്ളത് ഇവിടെ നമ്മളൊരു പിസ്റ്റൺ ഒക്കെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടാകും. ആ പിസ്റ്റൺ മൂവ് ചെയ്ത് ഒരു വർക്ക് സംഭവിക്കാൻ വേണ്ടിയും യൂസ് ചെയ്യും. സോ 50 ജൂളാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിലത്തെ ഒരു 20 ജൂള് ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജിയിൽ മാറ്റം വരിക, അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. ബാക്കി 30 ജൂള് ഈ പിസ്റ്റൺ മൂവ് ചെയ്തിട്ട് ഒരു വർക്ക് നടക്കാൻ വേണ്ടിയും യൂസ് ചെയ്യാം. സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയാം. അതിനെ മറ്റൊരു ഫോമിലേക്ക്, പ്രത്യേകിച്ച് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ടേംസിലേക്ക് എഴുതുമ്പോൾ ഡെൽറ്റ ക്യൂ എന്നതിനെ എൻ സി പി ഡെൽറ്റ ടി എന്ന് പറയും, ഡെൽറ്റ യു എന്നതിനെ എൻ സി വി ഡെൽറ്റ ടി എന്ന് പറയും. ദെൻ വർക്കിനെ പി ഡെൽറ്റ വി എന്ന് പറയും. അത് പ്രഷർ വോളിയം വർക്ക് എന്നാണ് അതിന് പറയാം. സോ വർക്ക് ഈക്വൽ ടു പി ഡെൽറ്റ. ഓക്കെ, വേമേ പറയുകയാണെ, നമുക്ക് പെട്ടെന്ന് തിയറി സ്റ്റോപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകണം. ജനറൽ ഇക്വേഷൻസ് ഫോർ 1 മോൾ ഓഫ് ഗ്യാസ്. ഇന്റേണൽ എനർജിയുടെ ചില ഇക്വേഷൻസ് പറയുകയാണ്, അതുപോലെ സി പി സി ബിയുടെ ഇക്വേഷൻ പറയുകയാണ്. 1 മോൾ ഓഫ് ഗ്യാസ് ആണ്. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും F/2 RT. ഇത് വെക്കണേ, പ്രോബ്ലംസ് ചെയ്യാനുണ്ടേ. സി വി എന്ന് പറയുന്നത് F/2 R. അതിന്റെ മറ്റൊരു ഫോമാണ് R ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഗാമ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി. ഓക്കെ, അടുത്തത് സി പി ഈക്വൽ ടു F/2 പ്ലസ് 1 ഇൻറ്റു ആർ. അപ്പൊ ഇത് F/2 R, ഇത് F/2 പ്ലസ് 1 ഇൻറ്റു ആർ. അതിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് ഗാമ ആർ ബൈ ഗാമ മൈനസ് 1. ഓക്കെ, അടുത്തതാണ് മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഗ്യാസ് മോളിക്യൂളുകളെ കുറിച്ചും അവരുടെ മൂവ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കൊളിഷൻസ് നടക്കുന്നുണ്ട്. 2 കൊളിഷൻസിന് ഇടയിൽ ഗ്യാസ് മോളിക്യൂളുകൾ ട്രാവൽ ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. അതിന്റെ ഇക്വേഷൻ ആണ് ലാംഡ ഇസ് ഈക്വൽ ടു 1/√2 n പൈ ഡി സ്ക്വയർ. ഡി എന്ന് പറയുന്നത് ആ മോളിക്യൂളിന്റെ ഡയമീറ്റർ ആണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ വോളിയം ആണ്. അതിന് നമ്മൾ ഇനി ഡെൻസിറ്റിന്റെ ടേമിലേക്ക് എഴുതുമ്പോൾ m ഡിവൈഡഡ് ബൈ √2 റോ പൈ ഡി സ്ക്വയർ എന്നും എഴുതാം. ഇതാണ് മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ. സോ ഇത്രയും തിയറിയാണ്, വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയതാണ്, പഠിപ്പിച്ചതല്ല. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് കടക്കുകയാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ മെയിൻ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓരോ ഇക്വേഷനും പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതി വെക്കണമെന്ന് ഒന്നും കൂടെ പറയുകയാണ്. ബിക്കോസ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റോമിക് മോളിക്യൂൾസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മൊണാറ്റോമിക്, ഡയറ്റോമിക്, ട്രയാറ്റോമിക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോന്നിനും വരുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. ബിക്കോസ് ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് അത്തരത്തിലുള്ള ഇൻഫർമേഷനും കൂടെ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലായിട്ട് കിടക്കുകയാണ്. 1 kg ഓഫ് എ ഡയറ്റോമിക് ഗ്യാസ് ഈസ് അറ്റ് എ പ്രഷർ ഓഫ് 8 × 10⁴ Newton per meter square. The density of gas is 4 kg per meter cube. What is the energy of the gas due to its thermal motion? So energy of a diatomic gas ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. ഒരു ഡയറ്റോമിക് ഗ്യാസിന്റെ എനർജി യു എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇങ്ങനെയാണ്: 5/2 nRT. ഓർമ്മയുണ്ടല്ലോ. ബട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പ്രഷറും ഡെൻസിറ്റിയുമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ NRTയെ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം PV is equal to nRT എന്നാണല്ലോ. സോ നമുക്ക് ഈ NRT എന്ന ടേമിന് പകരം PV എന്ന് കൊടുത്തൂടെ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു 5/2 PV. റെഡി? ഓക്കെ, വീണ്ടും പ്രഷർ അറിയാം. പ്രഷർ ആ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. വോളിയം ഇല്ല, പകരം 1 kg ഓഫ് മാസ് ഉണ്ട്, ഡെൻസിറ്റിയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി നോ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അതല്ലെങ്കിൽ വോളിയത്തെ നമുക്ക് മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എന്ന് എഴുതാം. ശരിയാണല്ലോ. സോ ഞാൻ അത് അങ്ങനെയും കൂടി ഒന്ന് കൺവേർട്ട് ചെയ്താൽ ദിസ് ഈസ് ഈക്വൽ ടു 5/2 P. വോളിയത്തിന് പകരം മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. ഇനി തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. പ്രഷർ ഈസ് 8 × 10⁴. 8 × 10⁴ into mass 1 kg divided by density is 4. So നമുക്ക് ഇവിടെ 2 × 4 8, ഇവിടെ 8 നമുക്കത് കട്ട് ചെയ്യാം അല്ലേ.
2 into 4 8 ഈ 8 കട്ടായി. സോ റിമൈനിങ് ഈസ് 5 into 10 raised to 4 ജൂൾ. 5 into 10 raised to 4 ഓപ്ഷൻ കാണാം. ഓപ്ഷൻ ബി അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ എനർജി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും, ബിക്കോസ് ഈ ചാപ്റ്ററിൽ തന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ പേരിൽ തന്നെ എനർജിയെ കുറിച്ചും കൈനറ്റിക് എനർജിയെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്യാസ് അറ്റ് 1 atmosphere and 100 ml is mixed with another gas of equal moles at 0.5 atm and having volume 50 ml in a flask of 1 liter. സോ രണ്ട് ഡിഫറെന്റ് ഗ്യാസുകൾ മിക്സ് ചെയ്യാം. എന്തൊക്കെ തരുന്നുണ്ട്? ഒരു ഗ്യാസിന്റെ പ്രഷർ 1 atmosphere ആണ്, 100 ml ആണ് അതിന്റെ വോളിയം, ഇസ് മിക്സ്ഡ് വിത്ത് അനദർ ഗ്യാസ്, ഈക്വൽ മോൾസ് ആണെന്ന് പറയുന്നുണ്ട്. 0.5 atm ഹാവിംഗ് വോളിയം 50 ml ഇൻ എ ഫ്ലാസ്ക് ഓഫ് 1 liter. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ്ഡ് അപ്പ് ആകുന്ന ടോട്ടൽ വോളിയം 1 liter ആണ്. വാട്ട് ഈസ് ദർ ഫൈനൽ പ്രഷർ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഉറപ്പായിട്ടും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് n is equal to ആ മിക്സ് ചെയ്യുന്ന രണ്ടാളുടെയും നമ്പർ ഓഫ് മോൾസ് ആയ n1 plus n2 ആയിരിക്കുമല്ലോ. n1 ആണ് ഒരു ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ്, മറ്റേതിൽ n2 ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? n is equal to n1 plus n2. ഇനി യൂസിങ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വി ഹാവ് PV is equal to nRT or n is PV divided by RT. റൈറ്റ്. ഇവിടെ നമുക്ക് R എന്ന് പറയുന്ന ഗ്യാസ് കോൺസ്റ്റന്റ് സെയിം ആണ്. T ടെമ്പറേച്ചർ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പറയുന്നില്ല. സോ നമുക്ക് ഇതിന് എന്ത് എഴുതാം? n എന്ന് പറയുന്നത് PV divided by RT. This should be equal to what is n1? n1 എന്ന് പറയുന്നത് P1 V1 divided by RT plus P2 V2 divided by RT എന്ന് കൊടുക്കാം. ഓക്കെ, ഈ RT നമുക്ക് എല്ലാ ടേമിലും കോമൺ ആയിട്ട് വരുന്നത് കാരണം നമുക്കത് കട്ട് ചെയ്ത് കളയാം. ബാക്കി നോക്കാം. PV എന്ന് പറയുന്നതിൻ്റെ ഫൈനൽ പ്രഷറും വോളിയമാണ്. ഫൈനൽ പ്രഷറാണ് നമുക്ക് കാണേണ്ടത് ഇൻറ്റു ഫൈനലി അത് മിക്സപ്പ് ചെയ്യുന്നത് 1 liter വോളിയത്തിലേക്കാണ്. സോ നമുക്ക് അവിടെ വോളിയം 1 കൊടുക്കാം, അല്ലെങ്കിൽ 1 liter. ബാക്കിയൊക്കെ മില്ലി ലിറ്റർ തന്ന സ്ഥിതിക്ക് ഇത് മില്ലി ലിറ്റർ ആണല്ലോ അല്ലേ, ഇവിടെ മില്ലി ലിറ്റർ ആണല്ലോ. സോ നമുക്ക് ഈ 1 literനെ 1000 മില്ലി ലിറ്റർ എന്ന് കൊടുക്കാം. സോ വോളിയം ഈസ് 1000 ഈസ് ഈക്വൽ ടു P1. ആദ്യത്തെ ഗ്യാസിന്റെ പ്രഷർ 1 atm 100 ml ആയിരുന്നു. സോ 1 into 100 പ്ലസ് രണ്ടാമത്തെ പ്രഷർ 0.5 atm 50 ml ആയിരുന്നു. സോ 0.5 into 50. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 100 പ്ലസ് 0.5 into 50 is 25. So this is 125. P into 1000 is 125. Therefore, what is P? P എന്ന് പറയുന്നത് 125 divided by 1000. That is equal to 0.125. ശരിയല്ലേ? 0.125 atm. So ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാം, ഓപ്ഷൻ ബി. റെഡി? അതായിരുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mean free path of a gas molecule is, കുറെ ഓപ്ഷൻസ് ആണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, inversely proportional to diameter of the molecule, directly proportional to the square root of the absolute temperature, directly proportional to molecular mass. എന്തായിരുന്നു മീൻ ഫ്രീ പാത്തിന് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു 1/√2 n pi d square അല്ലെ? 1/√2 n pi d square. ഇതാണ് മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഗ്യാസ് മോളിക്യൂളുകൾ കൊളിഷൻ നടത്തുന്ന സമയത്ത് രണ്ട് കൊളിഷൻ ഇടയിൽ അവർ ട്രാവൽ ചെയ്യുന്ന ആ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസിന്റെ ആവറേജ് വാല്യൂ നമ്മൾ വിളിച്ച പേരായിരുന്നു മീൻ ഫ്രീ പാത്ത്. സോ ഈ ഡയറക്റ്റ് ഫോർമുല നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ശരിയാണ്. ഈ n നമ്മൾ വിളിച്ചത് എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയമാണ്. സോ ഓപ്ഷൻ എ തന്നെ അവിടെ കറക്റ്റ് മാച്ച് ആവുന്നുണ്ട്. ബാക്കി ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡയമീറ്റർ അല്ല, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡയമീറ്റർ ആണ്. ഡി എന്ന് പറയുന്നത് ആ മോളിക്യൂളിന്റെ ഡയമീറ്റർ ആണെന്ന് നമുക്കറിയാം. അതിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ റൂട്ട് ഓഫ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ല. ഡയറക്ട്ലി പ്രപ്പോർഷണൽ മോളിക്യുലർ മാസ് അതുമല്ല. സോ ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The root mean square velocity of hydrogen molecules at 300 Kelvin
ഈസ് 1930 മീറ്റർ പെർ സെക്കൻഡ്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് അടുത്ത ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് VRMS-ഉമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. The RMS velocity of oxygen molecule at 1200 K will be. So ആദ്യം തന്നിരിക്കുന്നത് ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്, അതിൻ്റെ ടെമ്പറേച്ചറും RMS വെലോസിറ്റിയും തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ RMS വെലോസിറ്റി ഓഫ് ഓക്സിജൻ മോളിക്യൂൾ അറ്റ് 1200 എന്ത് നോക്കാം നമുക്ക്? ടെമ്പറേച്ചറും അതിൻ്റെ മോളിക്കുലാർ മാസും വെച്ച് നോക്കുമ്പോൾ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി V എന്ന് പറയുന്നത് VRMS പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് T/m ആണ് അല്ലെ? RMS വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. സോ അബ്സല്യൂട്ട് ടെമ്പറേച്ചറും മോളിക്കുലാർ മാസും നമ്മൾ നോക്കുന്ന സമയത്ത് V എന്ന് പറയുന്നത് റൂട്ട് ഓഫ് T/m പ്രപ്പോർഷണലാണ്. അങ്ങനെയാണ് ആക്ച്വലി നമുക്ക് വേണ്ടത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഒരു വിയുടെ കമ്പാരിസൺ ആണല്ലോ ഇവിടെ അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? V ഓക്സിജൻ ഡിവൈഡഡ് ബൈ V ഹൈഡ്രജൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് T ഓക്സിജൻ ബൈ M ഓക്സിജൻ ഡിവൈഡഡ് ബൈ T ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ M ഹൈഡ്രജൻ. T/m ഓക്സിജനും ഹൈഡ്രജനും നമ്മൾ പ്രത്യേകം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ തന്നിരിക്കുന്നത്? ടെമ്പറേച്ചർ രണ്ടുപേരുടെയും തന്നിട്ടുണ്ട്. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ അറ്റ് 300. സോ ടെമ്പറേച്ചർ ഹൈഡ്രജൻ തന്നിട്ടുണ്ട് 300. അതുപോലെ ഓക്സിജൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 1200. സോ നമുക്കിവിടെ കൊടുക്കാം 1200 ബൈ എന്താണ് മോളിക്കുലാർ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ, മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമുക്ക് 32 കൊടുക്കാം അല്ലേ? 32 ഡിവൈഡഡ് ബൈ അടുത്തത് T ഹൈഡ്രജൻ തന്നിരിക്കുന്നത് 300 ആണ്. 300 ഡിവൈഡഡ് ബൈ ദെൻ ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് നമുക്ക് 2 എന്ന് എടുക്കാം. 2 ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഈ സൈഡിൽ തന്നിരിക്കുന്ന RMS വെലോസിറ്റികൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, RMS വെലോസിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള വാല്യൂസ് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ VO ആണ് നമുക്ക് കാണേണ്ടത്. VO ഡിവൈഡഡ് ബൈ V ഹൈഡ്രജൻ ദാറ്റ് ഈസ് ഗിവൺ 1930. ഇവിടെ നമുക്ക് 200ലെയും 1200ലെയും 300ലെയും സീറോസ് നമുക്ക് കട്ട് ചെയ്യാം. ദെൻ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ VO ഡിവൈഡഡ് ബൈ 1930 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 3 അല്ലേ? 32 ഇൻറ്റു 3 നമുക്ക് 12 and 3 കട്ട് ചെയ്യുമ്പോൾ 12 and 3 ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 4 ടൈംസ് വരുന്നുണ്ട്. 4 ഇൻറ്റു 2 8 ബൈ 32 ആണ്. ദാറ്റ് ഈസ് 1/4 വരും അല്ലേ? റൂട്ട് ഓഫ് 1/4. റൂട്ട് ഓഫ് 1/4 എന്ന് പറയുമ്പോൾ 1/2 ആണ്. ഞാൻ ബാക്കി ഇവിടെ എഴുതാം. സോ VO ഡിവൈഡഡ് ബൈ 1930 ഈസ് ഈക്വൽ ടു 1/2. ശരിയല്ലേ? സോ VO ഇസ് ഈക്വൽ ടു 1930 ഡിവൈഡഡ് ബൈ 2. 1930 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 965 ഉണ്ടാവും. സോ ഓപ്ഷൻ ഈസ് ഹിയർ, ഓപ്ഷൻ എ 965. സോ ഇത് നമുക്ക് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ടെമ്പറേച്ചറും മോളിക്കുലാർ മാസും ഒക്കെ ഉപയോഗിച്ച് RMS വെലോസിറ്റികൾ കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The average kinetic energy of the molecule of a low density gas at 27 degrees Celsius. ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ആവറേജ് കിനറ്റിക് എനർജിയുടെ ഡയറക്റ്റ് ഫോർമുലയാണ്. സോ KE യുടെ ഇക്വേഷൻ നമുക്കറിയാം. KE ഇസ് ഈക്വൽ ടു ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ ടേമിൽ ഇക്വേഷൻ നമുക്ക് വന്നത് 3/2 kT എന്നാണ് അല്ലേ? 3/2 kT. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 K. ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ഈസ് ഗിവൺ 1.38 ഇൻറ്റു 10⁻⁻23. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളതിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 273 പ്ലസ് 27 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 300 കെൽവിൻ. സോ ഇൻറ്റു 300. സോ ദിസ് ഈസ് നമുക്ക് 2 and 300 ഇങ്ങനെ കട്ട് ചെയ്യാം. സോ ഇവിടെ 150 വരുന്നുണ്ട്. 3 ഇൻറ്റു 150 450 ഇൻറ്റു 1.38 ഇൻറ്റു 10⁻⁻23. ഓക്കെ, 10⁻⁻23 ഓപ്ഷൻ ഇല്ല, -20ലും 21ലും ഒക്കെ ഉണ്ട്. എനിവേ നമുക്കിത് ഒന്നും കൂടി ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനെ വേണമെങ്കിൽ
ഇവിടെ നമുക്ക് 2 ഡെസിമൽ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്താൽ, കാരണം വാല്യൂസ് ഒക്കെ തരുന്നത് 3.1, 5.3, 3.5, 6.21 ആകെ 2 ഡെസിമൽ പോയിന്റുകളുള്ള ചെറിയ നമ്പറാണ്. സോ നമുക്കിതിനെ 4.5 ഇൻറ്റു 1.38 ഇൻറ്റു 10⁻⁻21 എന്ന് എഴുതാം. ഈ -23യുടെ 2 ഡെസിമൽ ഇങ്ങോട്ട് മാറ്റിയാൽ നമുക്കിതിനെ 4.5 എന്ന് എഴുതാം. 10⁻⁻21 ആയി മാറി. 4.5ഉം 1.38ഉം ഏകദേശം ഒരു 6 പോയിന്റ് സംതിങ് ഉണ്ടാവും അല്ലേ. 4.5നെ 1.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6.21 ഇവിടെ കാണാനുണ്ട്. സോ 6.21 ഇൻറ്റു 10⁻⁻21 ജൂൾ. നിങ്ങളും ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കുക, ഓപ്ഷൻ ഡി തന്നെ മാച്ച് ആവുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The molar specific heat at constant pressure of an ideal gas is 7/2R. കോൺസ്റ്റന്റ് പ്രഷറിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് CP. അത് തന്നിരിക്കുന്നു 7/2R CP. The ratio of specific heat at constant pressure to that at constant volume. എന്താണ് CP/CV എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ CP എന്ന് പറയുന്നത് 7/2R. അപ്പം നമുക്ക് ഇങ്ങനെ CV കിട്ടും. നമുക്കറിയാം CP - CV എന്ന് പറയുന്നത് R ആയിരുന്നു അല്ലേ, മേയേഴ്സ് റിലേഷൻ എന്ന് പറയും. CP - CV is equal to R. അങ്ങനെയാണെങ്കിൽ നമുക്ക് CV എന്ന് പറയുന്നതിന് CP - R എന്ന് കൊടുത്തൂടെ? ആണല്ലോ. CV equal to CP - R. That is equal to 7/2R - R. അപ്പോൾ എത്ര ഉണ്ടാവും? 7/2R - R, 7R - 2R, that is 5R. So CV എന്ന് പറയുന്നത് 5R/2 വരും. അപ്പോൾ CPയും CVയും കിട്ടി. സോ ദ റേഷ്യോ CP/CV എന്തായിരിക്കും? CP/CV എന്ന് പറയുമ്പോൾ 7/2R ഡിവൈഡഡ് ബൈ 5/2R. 5/2R. നമുക്ക് 2 കട്ട് ചെയ്യാം, RR കട്ട് ചെയ്യാം. സോ ആൻസർ ഈസ് 7/5. 7/5 ഇവിടെ കറക്റ്റ് ആൻസർ ഉണ്ട്. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. Another question. At what temperature does the mean kinetic energy of hydrogen molecules increase to such an extent that they escape out of the gravitational field of Earth forever? Okay. അതായത് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ വന്നിട്ട് ഹൈഡ്രജൻ മോളിക്യൂളുകൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യണം. ഇത് മറ്റൊരു ചാപ്റ്ററിലേക്കും കൂടെ കണക്ട് ചെയ്ത ചെറിയൊരു പോയിന്റ് നമുക്ക് ആവശ്യമുണ്ടാവും. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് കേട്ടത് ഓർമ്മയുണ്ടോ? എസ്കേപ്പ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഏതൊരു ഒബ്ജക്റ്റിനും, അത് ഗ്യാസ് മോളിക്യൂൾ എന്നല്ല, ഏതൊരു ഒബ്ജക്റ്റിനും എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ ആയിരുന്നു. എസ്കേപ്പ് വെലോസിറ്റി VE എന്ന് പറയുന്നത് 11.2 ഇൻറ്റു 10⁻³ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പൊ അത്രയും വെലോസിറ്റി റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആയി മാറിയാൽ ഈ ഗ്യാസ് മോളിക്യൂളുകൾ മൂവ് ചെയ്യുന്നത് ഇത്രയും വെലോസിറ്റിയിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവർ എസ്കേപ്പ് ചെയ്തു പോകും. അങ്ങനെ എസ്കേപ്പ് ആവണമെങ്കിൽ എത്ര ടെമ്പറേച്ചറിലേക്ക് എത്തണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി RMS വെലോസിറ്റിയുടെ കംപ്ലീറ്റ് ഇക്വേഷൻ എഴുതാം. RMS വെലോസിറ്റി എന്ന് പറയുന്നത് √3kT/m എന്നല്ലേ? √3kT/m. അതിൽ ഈ RMS വെലോസിറ്റി എന്തിന് ഈക്വൽ ആവണം? RMS വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. അപ്പോഴാണല്ലോ എസ്കേപ്പ് ചെയ്യാം. സോ നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ T എന്തെന്നാണ് ക്വസ്റ്റ്യൻ. രണ്ട് സൈഡ് ഒന്ന് സ്ക്വയർ ചെയ്യാം. സോ V² is equal to 3kT/m. അപ്പോൾ T എന്താ? അങ്ങനെയാണെങ്കിൽ T എന്ന് പറയുന്നത് V² × m ഡിവൈഡഡ് ബൈ 3k. ഓക്കെ, സോ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു V² എന്ന് പറയുമ്പോൾ 11.2 ഇൻറ്റു 10⁻³ സ്ക്വയർ ഇൻറ്റു മോളിക്കുലർ മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 2 അല്ലേ? 2. AMU നമുക്ക് കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാം. AMU കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻⁻27 ബൈ 3 ഇൻറ്റു ബോൾസ്മാൻ സ്കോർ നമുക്കറിയാം 1.38 ഇൻറ്റു 10⁻⁻23. ഈ കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ഏകദേശം ഒന്ന് അപ്രോക്സിമേഷൻ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക.
11.2. 11ന്റെ സ്ക്വയർ 121 ആണ് അല്ലേ? സോ 11.2ന്റെ സ്ക്വയർ ഏകദേശം 125 ഒക്കെ പിടിച്ചാലോ? 125. 10⁻³ സ്ക്വയർ 10⁻6. 2 × 1.66. അപ്പോൾ ഏകദേശം അത് 3.2 3.3 ഒക്കെ വരും അല്ലേ? 3.2 3.3 ഒക്കെ എടുത്തോളൂ. 3.3. ഓക്കെ. ഇൻറ്റു 10⁻⁻27 ഡിവൈഡഡ് ബൈ 3 × 1.38. 3 × 1.38. അപ്പോൾ 3.33 അപ്രോക്സിമേറ്റ് ചെയ്യാം. ഏകദേശം ഒരു 1നേക്കാളും ചെറിയൊരു വാല്യൂ മുകളിൽ ഒരു ഉണ്ടാവും. 125ഉം 1.38ഉം നിങ്ങളിതിനെ 138 എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ 125നെ 1.25 എന്ന് വിളിച്ചാൽ 1.25ഉം 1.38ഉം ഏകദേശം കട്ട് ചെയ്യുമ്പം ഇവിടെ ഒരു 100 കൂടെ ബാക്കി വരും അല്ലേ? ഇവിടെ ഒരു 100 ഉണ്ടാവും. 100ഉം 10⁻6ഉം കൂടെ 10⁻8 വരും. 10⁻8ഉം 10⁻−27ഉം താഴെ ഒരു 10⁻−23 കൂടി ഉണ്ട്. 10⁻−23 ഉണ്ട്. ഓക്കെ. 10⁻8 10⁻−27. അപ്പോൾ 10⁻1 അവിടെ ബാക്കിയുണ്ട്. ഇത് മേലോട്ട് പോയി 10⁻27ഉം 8ഉം അല്ലേ? 27ഉം 8ഉം. അപ്പോൾ അവിടെ ഒരു -19 ബാക്കിയുണ്ട്. -19ഉം 23 കൂടി ആകുമ്പോൾ 10⁻4 അല്ലേ? 10⁻4. 10⁻4 എന്ന് പറയുമ്പോൾ ഏകദേശം 10,000ന്റെ അടുത്തുള്ളൊരു ആൻസർ ആയിരിക്കും. 10,000ന്റെ അടുത്ത് 10,059 കാണുന്നുണ്ട്. സോ അതായിരിക്കും ഓപ്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെറിയൊരു അപ്രോക്സിമേഷൻ നമ്മളുടെ വാല്യൂസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0.014 kg of nitrogen is enclosed in a vessel at temperature 27 degrees Celsius. How much heat is to be transferred to the gas to double the RMS speed of its molecules? RMS speed double ആവാൻ ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റമാണ് ചോദിക്കുന്നത്. നമുക്കറിയാം V proportional to √T ആണ്. സോ V1/V2 എന്ന് പറയുന്നത് √T1/T2. ദാറ്റ് ഈസ് V ഡിവൈഡഡ് ബൈ 2V അല്ലേ? RMS വെലോസിറ്റി ഡബിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √27 എന്ന് പറയുമ്പോൾ 300 ആണ്. 300 ഡിവൈഡഡ് ബൈ T2. വിയുടെ കട്ട് ചെയ്യാം. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ 1/4 ഈസ് ഈക്വൽ ടു 300 ഡിവൈഡ് ബൈ T2. Therefore T2 ഈസ് ഈക്വൽ ടു 1200. സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Volume versus temperature graph of given mass of an ideal gas are shown in the figure at two different values of constant pressure. What can be interfered about relation between P1 and P2? V proportional to T അല്ലേ നമ്മുടെ ഗ്യാസ് ഇക്വേഷൻസ് പ്രകാരം V proportional to T നമുക്കറിയാം. അല്ലെങ്കിൽ V/T ഈസ് എ കോൺസ്റ്റന്റ് ആണ്. V/T ഈസ് എ കോൺസ്റ്റന്റ്. ഇവിടെ കാണുന്നത് V അല്ലേ? ഇവിടെ കാണുന്നത് T അല്ലേ? V/T ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് V/T എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗ്രാഫിന്റെ സ്ലോപ്പ് അല്ലേ? ഗ്രാഫിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ്. ഇവിടെ ഇപ്പൊ ഈ സ്ലോപ്പ് P2 എന്ന് പറയുന്ന ഗ്രാഫിന്റെ സ്ലോപ്പ് അല്ലേ കൂടുതൽ? ഇവിടെ P1 അല്ലേ? അപ്പൊ കമ്പാരിറ്റീവ്ലി P2 ആണല്ലോ കൂടുതൽ. ബിക്കോസ് ഇത് V/T എന്ന് പറയുന്ന സ്ലോപ്പ് ആണ്. സോ V/T എന്ന് പറയുന്ന സ്ലോപ്പ് P2 കൂടുതൽ. സോ P2 ഗ്രേറ്റർ ദാൻ P1 ആയിരിക്കും. P2 ഗ്രേറ്റർ ദാൻ P1 or P1 ലെസ് ദാൻ P2. ഓപ്ഷൻ സി is the right answer. Another question. A vessel is filled with gas at pressure of 76 centimeter of mercury at certain pressure. Mass of the gas is increased by 50%. ആദ്യമുള്ള മാസ് increased by 50%. എന്ന് വെച്ചാൽ മാസ് becomes 1.5 m എന്ന് പറയാം അല്ലെ? ആദ്യം m ആയിരുന്നെങ്കിൽ അത് 1.5 m ആയിട്ട് കൂടി. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് പ്രഷർ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ്? പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് P is equal to 1/3 mn/v² എന്നല്ലേ പഠിച്ചത്? സോ പ്രഷർ പ്രൊപ്പോർഷണൽ ടു m ആണ്. അങ്ങനെയാണെങ്കിൽ P1/P2 എന്തായിരിക്കും? P1/P2 എന്ന് പറയുന്നത് m1/m2 അല്ലടാ? m1/m2. ആദ്യത്തെ പ്രഷർ തരുന്നുണ്ട് 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. സോ ഡിവൈഡ് ബൈ P2 is equal to m ഡിവൈഡഡ് ബൈ 1.5 m. m കട്ട് ചെയ്യാം. സോ P2 എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 76 × 1.5. 76 × 1.5 ചെയ്താൽ നിങ്ങൾക്ക് 114 എന്നായിരിക്കും ആൻസർ കിട്ടുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് 114. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമ്മൾ ചെയ്യുന്നത്. സോ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഉണ്ട്, എനർജിയുടെ ഫോർമുലാസ് ഉണ്ട്, RMS വെലോസിറ്റി ഉണ്ട്. ഇതൊക്കെ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. സോ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.